മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുള്ള നാടായി മാറുകയാണോ കേരളം? ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമാണ് മകൻ മാതാപിതാക്കളെ കുത്തിക്കൊന്നത്. തൊട്ടു പിന്നാലെ ഇതാ തൃശൂരിൽ മകൻ അമ്മയെയും കോഴിക്കോട്ട് മകൻ അച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. നടുക്കമുണ്ടാക്കുന്ന ആ വാർത്തകളുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവിൽ. ആദ്യം സ്വാഗതം. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. 70-കാരി ഡോളിയാണ് മരിച്ചത്. പ്രതി ബെൻഹറിനെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടി. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഡോളിയെ ആദ്യം പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതിയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിക്കും പരിക്കേറ്റു. ബെൻഹറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് സൂചന. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, തുടർച്ചയായിട്ട് ഈ മാതാപിതാക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ വാർത്തകൾ വരുന്നതിനെതിരെ ഞെട്ടലുണ്ട്, ഖേദമുണ്ട്. എങ്കിൽ പോലും ഇയാൾക്ക് ഈ മാനസിക പ്രശ്നം അത് നേരത്തെയും ഉണ്ടായിരുന്നു എന്നാണോ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്? ഇത്തരത്തിലുള്ള ഒരു അക്രമവാസന ഉണ്ടായിരുന്ന ആളാണോ? അതെ എൽദോ, എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കുന്ന ഈ ഒരു വാർത്ത പുറം ലോകം അറിയുന്നത്. മകൻ അമ്മയെ അതിക്രൂരമായാണ് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഡോളിയുടെ ഏക മകനാണ്. ഈ അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. അതിൻ്റെയൊക്കെ ചികിത്സ തേടിയെങ്കിലും അതിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. ഈ അമ്മയും മകനും മാത്രമാണ് പാവർട്ടിയിലെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ അമ്മ ഡോളി വീട്ടിന്റെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ മകൻ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് വീട്ടിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ആയുധം എടുത്തുകൊണ്ടുവന്ന് അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ അവിടെ ആ പറമ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരാള് പെട്ടെന്ന് ഈ ഒരു നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടി എത്തുമ്പോഴേക്കും അതിക്രൂരമായി അമ്മയെ മകൻ കൊലപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചിരുന്നു. ഇയാൾ ഈ മകനെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അയാളെ ആക്രമിക്കുകയും അയാളുടെ കൈക്കിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ മറ്റു തൊഴിലാളിയായിട്ടുള്ള വ്യക്തിയാണ് നാട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയും ഒച്ച വെച്ച് നാട്ടുകാരെല്ലാം ഓടിക്കൂടിയാണ് അമ്മ ഡോളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും അമ്മ മരിക്കുകയും ചെയ്തിരുന്നു. ഈ മകൻ മാനസിക രോഗമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർമാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അതിന് മുമ്പ് ചികിത്സ തേടിയ വ്യക്തിയാണ്. മുമ്പ് ഇവർ ബാംഗ്ലൂരാണ് താമസിച്ചത്, പിന്നീട് കോയമ്പത്തൂരും താമസിച്ചിരുന്നു. അതിനൊടുവിലാണ് ഈ വീട്ടിലേക്ക് വന്ന പാവർട്ടിയിലെ വീട്ടിൽ കുറച്ച് നാളുകളായി സ്ഥിരതാമസമായിരുന്നു. ഈ മകന് പലപ്പോഴും ഈ അമ്മയും മകനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ മകന്റെ മാനസിക പ്രശ്നങ്ങൾ കാരണം അമ്മയുമായി ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ബഹളമുണ്ടായിരുന്നു. അമ്മയെ നേരത്തെ ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചു നേരം അസുഖം കലശലാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി മകൻ ചെയ്യുന്നത്. പിന്നീട് മരുന്നൊക്കെ കഴിച്ച് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അമ്മയോട് സ്നേഹമുള്ള ഒരു മകനും കൂടിയാണ്. പക്ഷെ ഈ മാനസിക പ്രശ്നമാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മകൻ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പാവറട്ടി പോലീസ് എത്തി മകനെ കസ്റ്റഡിയിലെടുത്തു, വിശദമായി ചോദ്യം ചെയ്തു. പക്ഷെ എന്തിനാണ് അമ്മയെ കൊലപ്പെടുത്തിയത് എന്ന് മകൻ ഇപ്പോഴും പോലീസിനോട് അറിയിച്ചിട്ടില്ല, പോലീസിന് മൊഴി നൽകിയിട്ടില്ല. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മാനസിക പ്രശ്നമാണ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ മകനെന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ സംഭവമാണ്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അടിക്കടി കേൾക്കുന്നതാണ്. മകൻ അമ്മയെയും അല്ലെങ്കിൽ അച്ഛനെയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇവിടേക്ക് വരുമ്പോൾ മകൻ മാനസിക പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, ഈ മകനും ഈ അമ്മയും മാത്രമാണോ ആ വീട്ടിൽ താമസിച്ചിരുന്നത്? മറ്റാരും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് അമ്മയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അമ്മ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്?
അതെ, ഡോളിയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഇടയ്ക്ക് ജോലിക്കായി ആളും വരും. പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ജോലിക്കുള്ള ആള് എത്തിയെങ്കിൽ പോലും ഇത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോളിയും തോട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഡോളിയുടെ നിലവിളി ശബ്ദം കേട്ടാണ് ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾ ഓടിയെത്തി. അയാൾ ഡോളിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ മകന്റെ കുത്തേറ്റ് അയാൾക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ്, നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബഹളങ്ങളൊക്കെ പലപ്പോഴും ആ വീട്ടിൽ നിന്നും കേൾക്കാറുണ്ട്. പക്ഷെ മകന് അസുഖമാണ് എന്നുള്ളത് നാട്ടുകാർക്കും അറിയാവുന്നത് കൊണ്ട് അവർ വലിയ കാര്യമായി എടുത്തിരുന്നില്ല. പല ചികിത്സയും ഒക്കെ നടത്തിയിരുന്നു ഈ മകന്. പക്ഷെ ആ ചികിത്സയൊന്നും ഫലപ്രദമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ അമ്മ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് കയ്യിൽ കരുതിയിരുന്ന ആയുധം വെച്ച് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 3-4 പ്രാവശ്യം കുത്തി. അപ്പോഴേക്കും വലിയ ആഴത്തിലുള്ള മുറിവാണ്, മരണത്തിലേക്ക് തന്നെ നീങ്ങിയിരുന്നു. പെട്ടെന്ന് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഡോളി മരിച്ചിരുന്നു എന്നാണ് പോലീസും നാട്ടുകാരും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നത്. മകൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മകനെ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്തായാലും ഒരു മാനസിക വൈകല്യമുള്ള ഒരു മകനാണ് സ്വന്തം മാതാവിനെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? എന്ത് പ്രകോപനത്തിലാണ് പെട്ടെന്ന് അമ്മയെ ഇങ്ങനെ കൊല്ലാനായി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. മകനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ മകൻ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഈ ബെൻഹറിന് സഹോദരങ്ങളോ സഹോദരികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ആ മൃതദേഹം ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഇനിയും അവശേഷിക്കുന്നില്ലേ? എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് പറയുന്നത്? ഇപ്പോൾ ഇയാളെ ഇനി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണോ അടുത്ത നടപടി? ബെൻഹർ ഏക മകനാണ്. അച്ഛൻ കുറച്ചു നാളായി മരിച്ചിട്ട് അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഡോളി സഹകരിക്കുന്നത്. ബന്ധുക്കളുണ്ട്, അടുത്ത ബന്ധുക്കളുമൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പാവറട്ടി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃതദേഹം. ഇനി അടുത്ത ബന്ധുക്കളൊക്കെ വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ബന്ധുക്കളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. മകന് മാനസിക പ്രശ്നങ്ങളാണ്, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മയാണ് ഈ മകനെ പൂർണ്ണമായും നോക്കുന്നത്. മുൻപ് പല ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി ചികിത്സയൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ഇനി എന്തായാലും പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെയായിരിക്കും ഈ മകനെ അയക്കുക. കാരണം അത് മാനസിക രോഗം സ്ഥിരീകരിച്ചൊരു വ്യക്തിയായതിനാൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കില്ല. സ്വാഭാവികമായും ഇനി മാനസിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മകനെ കൊണ്ടുപോകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമായി പോയി എൽദോ. ഈ മാനസിക രോഗിയായ മകനാണ് അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയത്. പക്ഷേ ആ സമയത്ത് അമ്മയെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇരുവരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പല തവണയും അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ തർക്കങ്ങളെല്ലാം പിന്നീട് പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിപ്പോൾ എന്താണ് പെട്ടെന്ന് അമ്മയെ കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് മകനെ നയിച്ച കാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും വലിയ ഞെട്ടലോടുകൂടിയാണ് നാട് ഈ വാർത്ത കേട്ടുണർന്നത്. കാരണം ഡോളിയെ നാട്ടുകാർക്കൊക്കെ വലിയ സഹകരണമായിരുന്നു. എല്ലാവരുമായും നല്ല സഹകരണത്തോട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോളി. റൈറ്റ്, നാമി സൂചിപ്പിച്ചതുപോലെ ഒരു 70-കാരിയായിട്ടുള്ള അമ്മയാണ് അതിക്രൂരമായി മകൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു സാഹചര്യം. പ്രകോപനമൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് കത്തികൊണ്ട് ആ മകൻ അമ്മയെ കുത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.